Hello students, we are back with another video on consumer equilibrium. In the last video we started off with consumer equilibrium and I told you that the consumer equilibrium is based on three laws, that is the law of diminishing marginal utility, which we have already discussed. We have discussed about the assumptions of law of diminishing marginal utility, and the second one is the law of equimarginal utility, and the third is the concept of consumer surplus. So the consumer equilibrium, that is where the utility, the satisfaction of the consumer is the maximum, is a point where there is consumer equilibrium. So in the law of diminishing marginal utility, we know that law of diminishing marginal utility states that if a person consumes more and more units of a same commodity at a given period of time, at a given point of time, then the utility that he derives from each additional units will be less. ഓരോ അഡീഷണൽ യൂണിറ്റിനും ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചായ കുടിക്കുന്നതിൻ്റെ ഒരു പിന്നെ ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി കർവ് വരച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഹൗ ദ utility diminishes and how it becomes zero. അപ്പോൾ നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാം. ആൻഡ് ദർ ആർ സർട്ടൻ അസംഷൻസ്. ഹോമോജീനിയസ് പ്രോഡക്റ്റ് ആയിരിക്കണം, ഒരു പെർട്ടിക്കുലർ മൊമെന്റിലായിരിക്കണം നമ്മളത് കഴിക്കുന്നത്, അങ്ങനെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ലോ അപ്ലൈ ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ദ എക്സെപ്ഷൻസ് ടു ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. എന്തൊക്കെയാണ് ഇതിനകത്ത് എക്സെപ്ഷൻസ്, അതായത് ഇത് അപ്ലൈ ചെയ്യാത്ത കേസസ് ഏതൊക്കെയാണ്? It may not apply to rare collections such as stamps, coin, old paintings, etc. നമ്മുടെ ഹോബീസിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിലൊന്നും ഇത് അപ്ലൈ ചെയ്യില്ല. The more you get, the more happy you are. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? The law of diminishing marginal utility applicable അല്ല. Then consumption of liquor by a drunkard. ഒരു കുടിയനായിട്ടുള്ള മനുഷ്യന് നിങ്ങൾ കള്ള് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഓരോ അഡീഷണൽ ഇത് കിട്ടുമ്പോൾ അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ് ചെയ്യുക, അയാൾക്ക് യൂട്ടിലിറ്റി കുറയല്ല ചെയ്യുക, ഹി വിൽ ബി മോർ ഹാപ്പി. അപ്പോൾ ആ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ അപ്ലിക്കബിൾ അല്ല. ദെൻ പിശുക്കനായിട്ടുള്ള ഒരു വ്യക്തി, അയാൾക്കും ഈ ലോ അപ്ലിക്കബിൾ അല്ല. കാരണം ദ മോർ ഹി ഗെറ്റ്സ് ദ മോർ ഹി ഈസ് ഹാപ്പി. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരിൽ ഇത് അപ്ലിക്കബിൾ അല്ല. Then in case of money, പണം അങ്ങനെയാണല്ലോ, നമ്മള് ജ്ഞാനപ്പാനയിലെ പൂന്താനം പറയുന്ന പോലെ 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യം എന്നതും. ഇപ്പം 10 കിട്ടിയ 100 വേണമെന്ന് തോന്നും, 100 ആണെങ്കിൽ അത് 1000, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000. 1000 വന്നാലോ അത് ആയുധമാണ്, എന്താണ്, എൻഡ്ലെസ്, എത്ര ആവട്ടെ എന്ന് നമ്മൾ കരുതും. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇറ്റ്സ് നോട്ട് അപ്ലിക്കബിൾ ടു മണി, കാശിന്റെ കാര്യത്തിൽ അത് അപ്ലിക്കബിൾ അല്ല. ദെൻ ലോ ഫെയിൽസ് വെൻ ദർ ഇസ് ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് എന്താ ടു കൺസ്യൂം എ പെർട്ടിക്കുലർ കമോഡിറ്റി. അവിടെ കൂടുതൽ കൺസ്യൂമേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ, നമ്മൾ ഇൻഡിവിജ്വലി കഴിക്കുന്ന പോലെയാണോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി നമ്മുടെ ബിഹേവിയർ പോലെയാണോ നമ്മൾ ഗ്രൂപ്പിലാവുമ്പോൾ ആ സമയത്തൊക്കെ ചിലപ്പോൾ എന്താ വെച്ചാൽ കൂടുതലായിട്ട് അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും ചെയ്യാം. എപ്പോഴും എന്നല്ല പറയണത്, എന്നാലും ആ ലോ ആസ് സച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ദെൻ വെൻ ദ കമോഡിറ്റി ഈസ് ബീങ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, നിങ്ങൾ ആദ്യമായിട്ട് ഒരു സാധനം ഉപയോഗിക്കുകയാണ്, അതിൽ ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെയാണെങ്കിൽ ടി വി നമ്മൾ തീരെ കാണാതെ നമ്മൾ ടി വി അതേ കാണാതെ വേണ്ട, മൊബൈൽ ഫോൺ എടുത്താൽ മതി. ആദ്യത്തെ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കത് എന്തായിരിക്കും, നമ്മൾ എത്ര യൂസ് ചെയ്യുന്നോ അത്രയും നമുക്ക് അതിനകത്തൊരു സംതൃപ്തിയൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ലോ അപ്ലൈ ചെയ്യണമെന്നില്ല. ഓക്കെ. ദെൻ ദിസ് ലോ, ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്, നമ്മുടെ റിയൽ ലൈഫിൽ എവിടേക്കാണ് നമ്മൾ ഈ ലോ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ടാക്സേഷൻ നമ്മൾ പറയുന്നില്ലേ, 10 ലക്ഷത്തിൽ മേലെ ഇൻകം ഉള്ളവർക്ക് ടാക്സ് സീലിംഗ് ഇത്രയാണ്, 2.5 ലക്ഷം വരെ ഉള്ളവർക്ക് ടാക്സ് വേണ്ട എന്നൊക്കെ പറയുന്നില്ലേ, ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അപ്പൊ കൂടുതൽ കാശുള്ള ആൾക്കാർക്ക് കൂടുതൽ ടാക്സ് ആയിട്ട് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ
പണം കൂടുതലുള്ളവരുടെ അടുത്ത് നിന്നാണ് ടാക്സ് കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ദെൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ പോളിസി ഓഫ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് പോളിസീസും എങ്ങനെയാണ് നമ്മൾ കൂടുതൽ നികുതി പിരിവ്, ഇപ്പം കൂടുതൽ സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റിൽ മേലെ വീടുള്ള ആൾക്കാര് വീട് നികുതി കൂടുതൽ അടയ്ക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ പണക്കാരുടെ അടുത്തുനിന്ന് പൈസ വസൂലാക്കി അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നമ്മൾ ടാക്സ് ഒക്കെ കളക്ട് ചെയ്ത് സാധാരണക്കാർക്ക് ഉള്ള ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തു കൊടുക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം ഈ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ദെൻ ഹെൽപ്ഫുൾ ഇൻ റെഗുലേറ്റിംഗ് ഡെയിലി എക്സ്പെൻഡിച്ചർ. കൺസ്യൂമേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ കൺസ്യൂമേഴ്സ് ഇപ്പോൾ ഞാൻ എൻ്റെ ഡെയിലി എക്സ്പെൻഡിച്ചറിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന്റെ ബേസിസ് എന്താണ്? എനിക്ക് എൻ്റെ യൂട്ടിലിറ്റി കുറേ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എൻ്റെ യൂട്ടിലിറ്റി കുറയുന്നു. അപ്പോൾ യൂട്ടിലിറ്റി കുറയാത്ത രീതിയിൽ എൻ്റെ പൈസ ഞാനത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുക. ഇതാണ് ഡെയിലി എക്സ്പെൻഡിച്ചർ. ദെൻ മാർക്കറ്റ് പ്രൈസസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഡിമാൻഡ് സപ്ലൈൻ്റെ ഒരു ഇക്വിലിബ്രിയം പോയിന്റിലാണ് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റിലാണ് നമ്മൾ മാർക്കറ്റിലെ പ്രൈസ് ഡിറ്റർമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ പ്രൈസ് ഡിറ്റർമിനേഷൻ ഇങ്ങനെ സപ്ലൈ കൂടുന്ന സമയത്ത് ഒബ്വിയസ്ലി അതിന്റെ പ്രൈസ് കുറയാണ് ചെയ്യുക അല്ലെ. കൂടുതൽ മോർ കമ്മോഡിറ്റീസ് വിൽ ബി കൺസ്യൂംഡ് ഓൺലി അറ്റ് എ ലോവർ പ്രൈസ്. അപ്പോൾ ആ മാർക്കറ്റ് പ്രൈസ് മെക്കാനിസം, പ്രൈസ് ഫിക്സിംഗ് ഒക്കെ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. Then helpful to monopolist. Monopolist എന്താ ചെയ്യുക? മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഓർമ്മയില്ലേ? പ്രാക്ടിക്കൽ സിറ്റുവേഷൻസിൽ ഉള്ളത് ശരിക്കും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ the monopolist will be charging different prices from different consumers. അതാണല്ലോ പ്രോഡക്റ്റ് ഡിഫറൻസിയേഷനും ഇതൊക്കെയാണ് മോണോപോളിസ്റ്റിന്റെ ഫീച്ചേഴ്സ്. അപ്പോൾ മോണോപോളിസ്റ്റിക് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു മോണോപോളിസ്റ്റിനെ പ്രൈസ് ഡിറ്റർമിനേഷനും ഒക്കെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ആരടുത്തുനിന്ന് കൂടുതൽ വാങ്ങിക്കാം, ആരടുത്തുനിന്ന് കുറവ് വാങ്ങിക്കാം എന്നൊക്കെ തീരുമാനിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ ലോ ആണ്. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് പ്രൈസ് ഞാൻ 2 പ്രാവശ്യം എഴുതിപ്പോയി. ഇറ്റ്സ് ഓക്കെ. ദെൻ ബേസിസ് ഓഫ് ഓൾ ഒരുപാട് ഇക്കണോമിക് ലോസ്, സേ ഫോർ എക്സാമ്പിൾ ലോ ഓഫ് ഡിമാൻഡ്, ലോ ഓഫ് സപ്ലൈ, ദെൻ കൺസ്യൂമർ സർപ്ലസ്, അങ്ങനെ ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എക്കണോമിക് ലോസിന്റെ ഒക്കെ അടിസ്ഥാനമായിട്ട് വരുന്നത് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. സോ by this you should be clear about what is diminishing marginal utility. അപ്പോൾ എന്തൊക്കെ അതിനകത്ത് പഠിക്കണം? എന്താണ് ലോ എന്ന് പഠിക്കണം, അസംഷൻസ് പഠിക്കണം, എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക, and then the importance. Now we are moving on to law of equimarginal utility. ഈ കോൺസെപ്റ്റ് നമ്മളെ പ്രിൻസിപ്പിൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. This law is based on the principle of obtaining maximum satisfaction from limited income. ഏറ്റവും കുറവ് ഇൻകത്തിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതിന്റെ ആണ് ഇതിന്റെ അടിസ്ഥാനം. Then it explains the behavior of consumer when he consumes more than one commodity. മറ്റേത് law of diminishing marginal utility is applicable in case of a single commodity. Equimarginal principle കൂടുതൽ കമ്മോഡിറ്റീസ് കൺസ്യൂം ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ലോ ആണ്. The law states that a consumer should spend his limited income on different commodities in such a way that the last rupee spent on each commodity yield him equal marginal utility in order to get maximum satisfaction. ഇതിന്റെ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞത്. നമ്മൾ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻപുട്സും ഔട്ട്പുട്ടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഓരോ ഈക്വൽ മാർജിനൽ ഔട്ട്പുട്ട് പ്രൊഡക്ടിവിറ്റി വരുന്ന രീതിയിൽ വേണം ചെയ്യാം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് കാശ് നമ്മൾ ചെലവാക്കുന്ന സമയത്ത് ഓരോ കമ്മോഡിറ്റിയിലും നമുക്ക് ഈക്വൽ മാർജിനൽ യൂട്ടിലിറ്റി കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മൾ പണം ചെലവാക്കുന്നത്. ഇതിന്റെ അസംഷൻസ് എന്തൊക്കെയാണ്? There is no change in the price of goods or services. ഒരു അസംഷനാണ്, പ്രൈസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവരുത്. The consumer പ്രൈസ് ഇപ്പോൾ നമ്മളിപ്പോൾ 3 കമ്മോഡിറ്റി ഉപയോഗിക്കുന്നു വിചാരിക്കാം. അതിലൊരു കമ്മോഡിറ്റിയുടെ പ്രൈസ് അങ്ങ് വല്ലാതെ കുറഞ്ഞാൽ അപ്പോൾ അതിൽ നമ്മൾ എല്ലാത്തിലും നമ്മൾ ഈക്വൽ ആയിട്ട് 10,000 രൂപ ചെലവാക്കുന്നു. അപ്പോൾ ഒന്നിന് വില കുറവാണെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അതിൽ നിന്നുള്ള യൂട്ടിലിറ്റി കൂടുതലായിരിക്കും. അപ്പൊ അത് അപ്ലിക്കബിൾ അല്ല. ദ കൺസ്യൂമർ ഹാസ് എ ഫിക്സഡ് ഇൻകം, അതുകൊണ്ട് ആൾക്കാരുടെ ഇൻകം ലെവൽ മാറാൻ പാടില്ല. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഇസ് കോൺസ്റ്റന്റ്, ഇമ്പോർട്ടന്റ് ആണ്. പണത്തിന്റെ മൂല്യത്തിൽ വലിയ മാറ്റം ഉണ്ടാവാൻ പാടില്ല.
Then a consumer has perfect knowledge of utility. യൂട്ടിലിറ്റിനെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ കൺസ്യൂമേഴ്സിന് ഉണ്ടായിരിക്കണം. Then അതുണ്ടെങ്കിലല്ലേ നമുക്ക് യൂട്ടിലിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. Then consumer tries to have maximum satisfaction. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടി കൺസ്യൂമർ ശ്രമിക്കണം. അതല്ലെങ്കിൽ ഒരു ഇറാഷണൽ ബയർ ആണെങ്കിൽ നമുക്ക് ഈ ലോ ആപ്ലിക്കബിൾ അല്ല. Then the utility is measurable in cardinal terms. യൂട്ടിലിറ്റിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റണം, മെഷർ ചെയ്യാൻ പറ്റണം, ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കണം. അപ്പോഴും മാത്രമേ ഈ ലോ ആപ്ലിക്കബിൾ ആവുന്നുള്ളൂ. And there are substitutes for goods. ഒന്നിന് പകരം ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കൂ. Then a consumer has many wants. അതുണ്ട്. പണം നമുക്ക് പലതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ടായിരിക്കണം, നമുക്ക് ആവശ്യങ്ങളും പലതുണ്ടാവണം. അതല്ല ഒരു ആവശ്യമുള്ളൂ വെച്ചാൽ അതിനകത്ത് നമുക്ക് ഈ ലോനെ അപ്ലൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. Then ഇതിന്റെ ലിമിറ്റേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ there are some limitations. They are the law is not applicable in case of knowledge. പുസ്തകം വായിക്കുന്നതിൽ reading books provides more knowledge and has more utility. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈക്വൽ പ്രൊഡക്ടിവിറ്റി അതൊന്നും നോക്കുന്നത് ഇത് ആപ്ലിക്കബിൾ അല്ല. Then this law is not applicable in case of fashion and customs. അവിടെയും നമ്മൾ ഫാഷൻ നമ്മുടെ ആചാരങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ഈക്വൽ പ്രൊഡക്ടിവിറ്റിന്റെ ബേസിസിലൊന്നും അല്ല ആൾക്കാരുടെ സ്വഭാവത്തെ വിലയിരുത്തുക. Then it's not applicable for very low income. ശരിയാ, പാവപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ നമുക്ക് ഈക്വൽ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ചൊന്നല്ല അവർ ചെയ്യുക. അവർക്ക് എന്താണോ സാധിക്കുക ആ രീതിയിലാണ് അവർ ചെയ്യുക. Then there is no measurement of utility. യൂട്ടിലിറ്റിനെ നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ മെഷർ ചെയ്യാനൊന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ. അത് പൂർണ്ണമായിട്ട് അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. Not all consumer care for variety. എല്ലാ കൺസ്യൂമേഴ്സും നമുക്ക് വെറൈറ്റി പ്രോഡക്ട്സ് അങ്ങനെ എന്താ പറയാ ഒന്നിൽ കൂടുതൽ സാധനങ്ങളിലേക്ക് അങ്ങനെ എല്ലാവരും പോവില്ല. അങ്ങനെ എന്താ പറയാ ഡിഫറെന്റ് കമോഡിറ്റീസ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ലോ അപ്ലിക്കബിൾ ആവുന്നുള്ളൂ. Then the law fails when there are no choices available for the goods. സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ ഈ ലോ ആപ്ലിക്കബിളും അല്ല. Okay, the law fails in case of frequent price change. ഇടയ്ക്കിടയ്ക്ക് പ്രൈസ് മാറുവാണെങ്കിൽ ഇത് പറ്റില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ, പ്രൈസ് സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത്രയാണ് ലിമിറ്റേഷൻസ് ഓഫ് ദ ലോ. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. വല്ല സംശയം ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റ് അടുത്ത ദിവസം തന്നെ ഞാൻ മീറ്റ് വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. അതർവൈസ് യു ക്യാൻ ആസ്ക് ഇൻ ദ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. താങ്ക് യു.